പിന്നെ രാഹുലിനോട് ഒരു ക്രഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രഷ് ഉണ്ടായിരുന്നു. ബിഗ് ബോസ് താരം അഖിൽമാരെ ഇന്ത്യയുടെ ഭാഗമായ അഖിൽമാരും പോലെ പിഷാരടി മത്സരിക്കാൻ പോകും. പിഷാരടി എന്ന് പറയുന്ന പിഷാരടി എന്ത് കണ്ടിട്ടാണ് ആൾക്കാർ? ഓക്കെ, രാഹുൽ മാങ്കൂട്ട സംബന്ധമായിട്ടുള്ള കാര്യം, അതുപോലെ തന്നെ അഖിൽമാരാര് പിഷാരടിയുടെയും കാര്യമാണ് സംസാരിക്കാൻ പോകുന്നത്. ഇന്ന് പിഷാരടിയുടെ മറുപടി കണ്ടപ്പോൾ സത്യം പറയാമല്ലോ, ഇവരും അഖിൽമാരാരെയും പിഷാരടിയും തമ്മിലുള്ള ഒരു ഇത് മനസ്സിലാക്കാൻ പറ്റും നമുക്ക്. ഇവനേക്കാൾ എത്രയും വലുതാണ് ആ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിലാണ്. കാരണം വിവരക്കേട് പറയുന്നതും മെച്യൂരിറ്റി ആയിട്ട് സംസാരിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന്, ഒരു ലീഡറിന് വേണ്ട ക്വാളിറ്റി. എല്ലാവരും പറഞ്ഞു രാഹുൽ മാങ്കൂട്ടം ഇല്ലെങ്കിൽ പാലക്കാട് ശോഭ ജയിക്കുമെന്ന്. പക്ഷെ രാഹുൽ ഈ പറയുന്ന പിഷാരടിക്ക് വേണ്ടി അവസാന നിമിഷത്തെ ഇലക്ഷൻ ഇറങ്ങും. നിങ്ങളത് കണ്ടോ? ഞാനാ പറയുന്നത്. അവൻ അതുപോലെ തന്നെ കോൺഗ്രസിന് വേണ്ടി രാഹുൽ 3 മാസം കഴിയുമ്പോൾ തിരിച്ചു വരും. ഈ പറയുന്ന VD സതീശനെയും ഷാഫിയെയും സുധാകരനെയും എല്ലാം വിളിച്ച് സംസാരിച്ച് ഉറപ്പിച്ച ഒരു കാര്യമാണത്. അത് ഞാൻ എൻ്റെ ചാനലിൽ കൂടെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഒരു സുഹൃത്തിനോട് രാഹുലിനെ കാണാൻ പോയപ്പം അദ്ദേഹമായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് രാഹുൽ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് അപ്ഡേറ്റ് ആണ് ഞാൻ തരുന്നത്. ഓക്കെ, എൻ്റെ ഒരു ആഗ്രഹം ഇപ്പോഴും ഞാൻ തുറന്നു പറയാം, പാലക്കാട് പിഷാരടി തന്നെ ചെയ്യണം. അത് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ഇഷ്ടപ്പെടുന്നവരൊന്ന് ലൈക്ക് അടിക്കുന്ന കൂട്ടത്തിൽ ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതും കൂടെ വരുമ്പോൾ ഹൈപ്പേലും കൂടെ ഒന്ന് ക്ലിക്കുക, കമൻറ്റും കൊടുക്കുക. പാലക്കാട് UDF ഭരണത്തിൽ വരും എന്നും കൂടെ കൊടുക്കുക. അഖിൽമാരാറിനെ കുറിച്ചുള്ളത്, ഇവൻ അല്പനാണെന്നുള്ള കാര്യം ഒന്ന് പറയാമോ? ഒന്ന് കമൻറ്റ്. ഇവനെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഒരു സ്റ്റാൻഡ് ഇല്ലാത്ത നാറിയാണോ ഇല്ലയോ എന്ന് നിങ്ങൾ തന്നെ പറ. ഓക്കെ, രാഹുലിനെ കുറിച്ചൊരു യുവതി ഒരു കാര്യം സംസാരിക്കുന്നുണ്ട്. ഞാൻ ആ ഒരു വീഡിയോയിലോട്ട് പറയാം. സിനിമാ നടിയും അത്യാവശ്യം സീരിയലും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ആൻമറിയാണ് സംസാരിക്കുന്നത്. നമുക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ട് വരാം. പിന്നെ രാഹുലിനോട് ഒരു ക്രഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രഷ് ഉണ്ടായിരുന്നു. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ധൈര്യമുള്ള ചുറുചുറുക്കുള്ള എന്താ പറയുക, യുവത്വം മാത്രമല്ല, കോൺഗ്രസിൽ ഇപ്പം നട്ടലുള്ള ആളുകൾ എന്നൊക്കെ പറയില്ലേ, അതൊക്കെയായിരുന്നു ഷാഫിക്ക, എന്താ പറയാ, രാഹുൽ മാങ്കൂട്ടത്തില്. പിണറായി വിജയനെ പിണറായി എന്നും പറഞ്ഞ് വിളിച്ചൊരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടം. അത്രയ്ക്ക് ചങ്കുറപ്പുള്ളവൻ തന്നെയാണ്. പാലക്കാടിന്റെ മുത്ത് തന്നെയാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം. പാലക്കാടിന്റെ മുത്ത് എന്ന് വേണമെങ്കിൽ പറയാം. പാലക്കാടിന്റെ അല്ല, കേരളത്തിന്റെ തന്നെ. അങ്ങനെ വരുമ്പോ നമുക്ക് അവരുടെ ആ ഒരു സ്പീച്ചും സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഒരു ക്രഷ് തോന്നിട്ട് അത്ര ഉണ്ടായിട്ടുള്ളൂ. ഇതിന് വളച്ചൊടിക്കത്തില്ല, പേടിക്കണ്ട. ആരും വളച്ചൊടിച്ചാലൊന്നും പോകത്തൊന്നുമില്ല. രാഹുലിനെ കുറിച്ച് നല്ലത് പറഞ്ഞു കഴിഞ്ഞാലും ജനങ്ങൾക്ക് കാര്യം അറിയാം. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞു, ആരും പേടിക്കണ്ട. നോ കമന്റ്സ്. ഓക്കെ, ഇപ്പം പാർട്ടിക്കാർ പിന്നീന്ന് കുത്തിയെന്ന് വെച്ചാൽ 3 പെണ്ണ് കേസ് വന്ന് ഇലക്ഷൻ ആവുമ്പോൾ 4ാമത്തെ കേസും കൂടെ കുത്തിക്കൊണ്ടുവരും കമ്മ്യൂണിസ്റ്റുകാർ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പം ഈ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ഭയങ്കര ഒരു ഇത് വരും, മോശമായിട്ടുള്ള പേര്. അതും പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഇറങ്ങുന്നത്. അതുകൊണ്ട് പാർട്ടി തൽക്കാലം മാറ്റി നിർത്തുകയാണെങ്കിൽ രാഹുലിനെ പോലെ ഒരു നേതാവിനെ അവരെ വിട്ട് കളയത്തില്ല. രാഹുൽ പോവാത്തതിന്റെ കോൺഫിഡൻസ് അതാണ്. നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. ഞാൻ ഇത് ഈ പൊളിറ്റിക്സിലൊക്കെ നിൽക്കുന്നുണ്ട്, കുറേ വ്യക്തികളുമായിട്ടുള്ള നല്ല പരിചയവും കാര്യങ്ങളും ഉണ്ടോണ്ട് ഞാൻ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചു തരുന്നത്. നിങ്ങളൊന്ന് വിശ്വസിക്കണം. നിങ്ങൾ പാലക്കാടുകാരോട് ഞാൻ പ്രത്യേകിച്ച് പറയാണ്, പിഷാരടിക്ക് നിങ്ങൾ വോട്ട് കൊടുക്കണം എന്ന്. ഞാൻ ഇപ്പം എന്താ പറയുക, ഞാൻ പറയുന്നത് ശരിയല്ല. രാഹുലായിട്ട് കണ്ടത് ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേക്ക്. ആ ശോഭയെ പോലുള്ളവർ പറയുന്നതെന്ന് വെച്ചാൽ അവർക്ക് അവിടെ MLA സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ 30 ദിവസം കൊണ്ട് 700 കോടി രൂപയുടെ വികസനം തരുമെന്നാണ് പറയുന്നത്. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? എന്തിനാണ് BJP ഇങ്ങനെ കള്ളം പറയുന്നത്? ഒരിക്കലും എല്ലാവരും പറയുന്നത് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ വന്നാലും കോൺഗ്രസ് ഭരണത്തിൽ വന്നാലും ഈ പറയുന്ന BJP വരരുത് എന്നാണ് ആൾക്കാർ അവിടെ ആഗ്രഹിക്കുന്നത്. ഓക്കെ, മേഡം പറയുന്ന ബാക്കിയും കൂടെ വെക്കാം. നമ്മൾ ഈ സമൂഹത്തിലാണ് ജീവിക്കുന്നത്. നമ്മൾ പത്രമാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ കൂടി ഒരുപാട് വാർത്തകൾ കാണുന്നു. അപ്പൊ ഇത് എതിർകക്ഷികൾ മാത്രമല്ല, അതേ പാർട്ടികൾ പല ഉയർച്ച കണ്ടിട്ട് അത് ഞാനും എന്താ പറയാ, ആ വാർത്തകളൊക്കെ കണ്ടപ്പോഴത്തേക്കും ഞാനും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകാം. അത് എതിർ പാർട്ടികൾ മാത്രമല്ല, എന്താന്ന് വെച്ചാൽ സ്വന്തം പാർട്ടിയിൽ തന്നെ വളർന്നു വരുന്നത് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവും. അപ്പൊ നമ്മൾ ഏതൊരു ഫീൽഡിൽ നമ്മൾ എന്താ പറയാ പോയാലും അവിടെ എല്ലായിടത്തും ഉണ്ട്. പ്രത്യേകിച്ച് കുറെ ചേച്ചിമാരെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഗ്രൂപ്പിസം എന്ന് പറഞ്ഞാൽ ഒട്ടുക്കത്തെ ഗ്രൂപ്പിസമാണ് ഇവിടെ കോൺഗ്രസ്സിലാണ്. പക്ഷെ ഇപ്പോൾ ഒരുപാട് മാറ്റമുണ്ട് കേട്ടോ. കാരണം ഒരു സീറ്റ് ഒതുങ്ങിക്കിട്ടിയാൽ വേറൊരുത്തം കയറി വരുമല്ലേ ചെയ്യുന്നത്. അതിനുവേണ്ടി എല്ലാ പാർട്ടിയിലും തമ്മിലടിയും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് രാഹുലിൻ്റെ ഗുണം എന്താണ്. രാഹുലിനെ കൊണ്ട് ഇനി കേരളത്തിലെ ജനങ്ങൾ പോലും
എന്താ പറയണ്ടേ, ഏത് പാർട്ടി ആയിക്കോട്ടെ രാഹുൽ വേണം, അതുപോലുള്ളൊരു നേതാവ് വേണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഇനി മാരാര്, എൻ്റെ പൊന്നോ, ആ കളസത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ വെച്ച് തരാം. പിഷാരടി ഇന്ന് കൊടുക്കുന്ന മറുപടിക്ക് അവൻ്റെ ഒന്നാക്കി പിരിവിട്ടെന്ന് വേണമെങ്കിൽ പറയാം. വെച്ച് തരാം ഞാൻ. കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഇപ്പൊ രമേശ് പിഷാരടിയെ സ്ഥാനാർത്ഥിയാക്കിയത് എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, രമേശ് പിഷാരടി ഈ കഴിഞ്ഞ 50 വർഷമായിട്ട് നാട്ടിലിറങ്ങി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടാണ്? നീ എന്താ ചെയ്തത്? നീ പണ്ട് യൂത്ത് കോൺഗ്രസ്സുകാരന് അടി കിട്ടിയിട്ടൊക്കെ കൊണ്ട് സമ്മതിച്ച്. നീ പിന്നെ അവിടെ നിന്ന് പോയി BJP പോയി, അവിടെ നിന്ന് പിന്നെ അവിടുത്തെ ആശയം ശരിയല്ലെന്നും പറഞ്ഞ് തിരിച്ച് കോൺഗ്രസിൽ വന്ന് കോൺഗ്രസിൽ എന്താണ് ഇപ്പോൾ തന്നെ BJP പോയി. എന്നിട്ട് 50 വർഷത്തിന്റെ കണക്ക് പറയുന്നത്. നീ ജനിച്ചിട്ട് ഇപ്പൊ എത്ര വർഷമായി? അത് പറ. രാഷ്ട്രീയക്കാരൻ വന്നിരിക്കുന്നു, ആദ്യം ഒരു വാർഡ് മെമ്പറെങ്കിലും ആവാൻ നോക്ക്. സിനിമയിൽ അഭിനയിക്കുന്നവർ കാശുണ്ടാക്കുന്നു, അയാൾ ലക്ഷറി ലൈഫ് ജീവിക്കുന്നു. നിനക്ക് പിന്നെ അത് ഒന്നും ഇല്ലല്ലോ. അവന് പനാമ അത് ഇത് മറ്റേത് അവനിടുന്ന വാച്ച് വരെ ദരിദ്രനായിട്ട് ഇരിക്കുന്ന സമയത്താണെങ്കിൽ പോലും 1 ലക്ഷത്തിന്റെ വാച്ച് ഇട്ടുകൊണ്ട് നടന്നവനാണ് അവൻ. കാരണം ആഡംബരത്തിനും ആർഭാടത്തിനും ഈ പറയുന്ന നടത്തത്തിനൊന്നും ഒരു കുറവും കാണിക്കാത്തൊരു വ്യക്തി. ഞാൻ കോടീശ്വരനാണ്, എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്, പൈസ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് എൻ്റെ കോൺഫിഡൻസ് ആണ്. പണ്ടൊക്കെ കുറെ ഡയലോഗ് അടിച്ചതാ. ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അയാൾ ഇടയ്ക്കിടയ്ക്ക് ചാനലിൽ വന്നിരുന്നിട്ട് കോൺഗ്രസിന്റെ വേദിയിൽ വന്ന് പങ്കെടുക്കുന്ന കോൺഗ്രസിന്റെ ഒരു സഹയാത്രികയാണ്. അങ്ങനെ ചുമ്മാ പറഞ്ഞാലൊന്നും പാടില്ല, എന്നാലും പറയാം. എന്റെ തലയ്ക്ക് മുകളിൽ ഒന്നുമില്ല, തലയ്ക്കുള്ളിലും ഒന്നുമില്ല. അല്ലാതെ പുള്ളി നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ട് പുള്ളിക്ക് എന്തെങ്കിലും കേസുണ്ടോ? കേസുള്ളവനാണല്ലോ രാഷ്ട്രീയക്കാരൻ. അല്ലാതെ പുള്ളി നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടാണ്? നീ വയനാട്ടിൽ വീട് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞ നാട്ടുകാർ മൊത്തം കണ്ടാടാ, മനസ്സിലായതാ? അയ്യോ, എന്നിട്ട് ടാറ്റാ ബിർള അംബാനി ഒന്നും ചെയ്തില്ലല്ലോ, പിന്നാണ് പാവം പിടിച്ചോ അഖിൽമാരാർ. കേസുണ്ടോ? തന്തയില്ലാത്തവനാ. പോയി ചത്തുടേടാ. പുള്ളി ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇറങ്ങി ഈ നാട്ടിലൊരു പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ടുണ്ടോ? ആൾക്ക് തീരെ വിദ്യാഭ്യാസം ഓക്കെ, വേറൊരു വീഡിയോ കൂടെ വെച്ചിട്ട് പിഷാരടി കൊടുക്കുന്ന മറുപടി അവന്റെ അണ്ണാക്കി പിരിവിടുന്നതാണ്. ഞാൻ വെക്കാം. മത്സരിക്കാൻ പോകുമ്പോൾ പിഷാരടി എന്ന് പറയുന്നത്, പിഷാരടി എന്ത് കണ്ടിട്ടാണ് ആൾക്കാർ വോട്ട് കൊടുക്കുന്നത്? പിഷാരടി എന്ന് പറയുന്ന വ്യക്തിയെ കണ്ട് അയാൾ കോമഡി പറയാൻ വേണ്ടിയിട്ടാണോ രാഷ്ട്രീയം? അല്ല, അയാളുടെ നിലപാടുകൾ നോക്കും, പൊളിറ്റിക്കൽ സ്റ്റാൻഡുകൾ നോക്കും. ഇന്നലകളിൽ കഴിഞ്ഞ 50 വർഷത്തിനിടയ്ക്ക് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ അയാൾ നടത്തിയ പ്രവർത്തനങ്ങളെ കുറിച്ച് നോക്കും. പക്ഷെ കോൺഗ്രസ് പാർട്ടിക്ക് അയാൾ പ്രിയപ്പെട്ടവനായതുകൊണ്ട് അയാൾക്ക് ഒരു സീറ്റ് ലഭിക്കും. ഇവൻ പാർട്ടിയിൽ സീറ്റ് ചോദിക്കാൻ ചെന്നപ്പോൾ അവർ പറഞ്ഞു അഖിലേ അടുത്ത വട്ടം നോക്കാം എന്ന് പറഞ്ഞതിന്റെ ആണ് ചെറുപ്പാണ് തീർക്കുന്നത്. പാവം മണ്ടൻ. അതെന്ന് വെച്ചാൽ കോൺഗ്രസിന് അയാളെ കൊണ്ട് ഗുണമുണ്ടായിട്ടുണ്ട്. കോൺഗ്രസിന്റെ മുൻ വേദികളിൽ അയാൾ പോയിട്ടുണ്ട്. പിന്നെ ധർമ്മജൻ ഒരുപാട് നമ്മളെ ചിരിപ്പിച്ച് നടനല്ലേ, എന്താ ജനം വോട്ട് കൊടുത്ത് ജയിപ്പിക്കാൻ? ചില ജനങ്ങളുടെ ഒരു കുഴപ്പമുണ്ട്, കോമഡി താരങ്ങൾ രാഷ്ട്രീയത്തിൽ വന്നാൽ കോമഡി പീസാവുന്നു. ഈ അഭിനയം രാഷ്ട്രീയമൊക്കെ തമ്മിൽ ഡിഫറൻസ് ആണ് ഉള്ള കാര്യം പറയല്ലോ. പിഷാരടിക്ക് അത്യാവശ്യം മെച്യൂരിറ്റിയും വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹം ചെയ്യുമെന്ന് വെച്ചാൽ നല്ല രീതിയിൽ ചെയ്യും, ചാരിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ്. പക്ഷേ ഇതൊന്നും സോഷ്യൽ മീഡിയയിലിട്ട് ആഘോഷിക്കാൻ അവർക്ക് അറിയത്തില്ല. ഇവനെ പോലെ വാഗ്ദാനങ്ങൾ കൊടുത്ത് പറ്റിക്കാനും അറിയില്ല. ഓക്കെ, പിഷാരടി കൊടുത്ത മറുപടി ഒന്ന് കേട്ടിട്ട് വരാം. ഇന്ത്യയുടെ ഭാഗമായ അദ്ദേഹത്തിനെ പോലെ അങ്ങനെ മുതിർന്ന ഒരാളൊന്നും അല്ല, ചിലപ്പോൾ എന്നെക്കാൾ ഇളയ ഒരാളായിരിക്കും. അഖില് പറയുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം എന്നെ ശ്രദ്ധിക്കുന്ന പോലൊന്നും ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നില്ല. എനിക്ക് സമയമില്ല. നിങ്ങൾ പറയുമ്പോഴാണ് എന്തെങ്കിലും പുള്ളി പറഞ്ഞെന്നൊക്കെ തന്നെ ഞാൻ അറിയുന്നത്. മാത്രമല്ല അതിനെന്തെങ്കിലും അഭിപ്രായം പറയാനും പറ്റൂല. എന്തായാലും കുറ്റോ മോശമൊക്കെ അല്ലേ പറഞ്ഞപ്പോ അതേ പറയാൻ സാധ്യത ഉള്ളൂ. അങ്ങനെ പറഞ്ഞാലും ചിലപ്പോ ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ വളരെ മഹാനാണെന്നും നല്ല മനുഷ്യനാണെന്നും പുള്ളിനെ തെറ്റി പറയും. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതിന് പുള്ളി എന്തെങ്കിലും അഭിപ്രായം പറയും, അതിന് നിങ്ങൾ ആരും മറുപടി ഒന്നും പറയാൻ നിങ്ങളുടെ ഒരാഴ്ച കഴിയുമ്പോൾ അത് പിന്നെയും തെറ്റി പറയും. അപ്പൊ നമുക്കൊരു 2-3 കൊല്ലം പരീക്ഷണത്തിട്ട ശേഷം ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ഉറപ്പിച്ച ശേഷം അദ്ദേഹത്തിനൊക്കെ ഉത്തരം കൊടുക്കുക. അതിനൊക്കെ ഇതിപ്പോഴൊരു മറുപടി അവന് കിട്ടാനുണ്ടോ? നിങ്ങൾ ആലോചിച്ചു, എൻ്റെ പൊന്നു പിഷാരടി പോയി ചത്തുകൂടെ? അയ്യോ പിഷാരടി, എൻ്റെ പിഷാരടി അല്ല, സോറി എൻ്റെ പൊന്നുമാരെ ഒന്ന് ചത്തുകൂടെ? എൻ്റെ പൊന്നു എന്തൊക്കെയാ വായിന്ന് വീടുന്നേ. നമ്മൾ ഒറ്റ ഷോട്ടിൽ സംസാരിക്കുകയാണ് കേട്ടോ, ചില കാര്യങ്ങളൊക്കെ അങ്ങ് തെറ്റിപ്പോവും. ഓക്കെ, ഇനി ഇത് കാണുമ്പോൾ പറയാം എൻ്റെ ഡാനി ഇയാൾ കൊള്ളാലോ എന്ന് പറയും. അപ്പോൾ ഒരു മിസ്റ്റേക്ക് ആർക്കും പറ്റും കേട്ടോ. നമുക്ക് ഒളിവും മറയൊന്നുമില്ല, കട്ടിങ് ഒന്നുമില്ല, ഷോട്ടിലങ്ങ് സംസാരിച്ചങ്ങ് പോവാം. മാരാറിനെ പോലുള്ളവന്മാർ കാണിക്കുന്ന ഓരോ തോന്നിവാസത്തിന് ഇതെല്ലാം മറുപടി കൊടുക്കണ്ട. ഇയാൾക്ക് നല്ല മെച്യൂരിറ്റി ഉണ്ട്. ഈ എല്ലാത്തിനും ഇങ്ങനെ കുറ്റം പറഞ്ഞ് മാത്രം പോകുന്ന മാരാർക്ക് മെച്യൂരിറ്റി ആയിട്ടുള്ളൊരു മറുപടി അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. നേരത്തെ ഒരു വീഡിയോ ഞാൻ വെച്ച് തരാവേ. നാളായിട്ട് എന്തുകൊണ്ട് BJP പോയില്ല? ഈ 2 വർഷമായിട്ട് BJP വേദികളിലോ BJP ഔദ്യോഗിക പരിപാടികളിലോ പങ്കെടുക്കാതെ ഏറ്റവും കൂടുതൽ കോൺഗ്രസ് വേദിയിൽ പങ്കെടുത്തത് നമ്മുടെ ഉള്ളിൽ ഒരു മതേതരവാദി ഉണ്ടായതുകൊണ്ടാണ്. BJP എന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ടല്ലോ, ഇവിടെ ശബരിമലയ്ക്ക് പ്രശ്നം വന്നു കഴിഞ്ഞാൽ അയ്യപ്പനെ സംരക്ഷിക്കാൻ വേണ്ടി BJP പോകാറില്ലേ? എന്താ പാവങ്ങളെ സംരക്ഷിക്കാനാകും?
മനുഷ്യന്റെ പ്രശ്നം എന്താ മുൻഗണന കൊടുക്കാത്തത്? ദൈവത്തെ കാട്ടി വരുന്നില്ല മനുഷ്യൻ. ദൈവങ്ങളെ സംരക്ഷിക്കാൻ നടക്കുകയാണ്, മതങ്ങളെ സംരക്ഷിക്കാൻ നടക്കുകയാണ്. നിലപാടില്ല രാജകുമാരൻ. എന്തുകൊണ്ടാണ് വൈകിയെന്നാണ് നിങ്ങൾ ചോദിക്കേണ്ടത്? എന്തുകൊണ്ടാണ് ഞാൻ 2020 ചേരാൻ വൈകിയെന്നൊരു ചോദ്യമായിരുന്നു പക്ഷേ ചോദിക്കേണ്ടത്. മറ്റൊന്നുമല്ല, കാര്യം പലപ്പോഴും പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഏത് പൊളിറ്റിക്കൽ ആശയമാണ് ഉള്ളതെന്ന്. മറ്റേ കോൺഗ്രസ് ആണോ BJP ആണോ പലരും ചോദിച്ചിട്ടുണ്ട്. 2020 ഒരു പക്ഷേ നേരത്തെ സംസ്ഥാന ലെവലിലേക്ക് വളർന്നതെങ്കിൽ ഞാൻ എന്നേ ഇത് ചേർന്നത്. 2020 അടുത്ത സമയത്താണ് ഈ പറഞ്ഞ ഇന്ത്യയുമായി ചേരാൻ തീരുമാനിക്കുന്നത്, സ്റ്റേറ്റ് ലെവലിലേക്ക് വളരാൻ തീരുമാനിക്കുന്നത്. സ്വാഭാവികമായിട്ടും എനിക്ക് ഭയങ്കര കംഫർട്ടാണ്, ഞാൻ ഭയങ്കര ഹാപ്പിയാണ് 2020 പോലത്തെ പൊളിറ്റിക്കൽ ആശയത്തിലേക്ക് വരുന്നത്. ഞാൻ BJPയിൽ എത്തിയാലൊന്നും പോയില്ല. ഞാൻ കിറ്റക്സിന്റെ ഒരു കൈലി അങ്ങ് മേടിച്ചു, എന്നിട്ട് BJPയുടെ മണ്ടയ്ക്ക് അങ്ങ് വിരിച്ചിട്ട് അതിന്റെ മണ്ടയ്ക്കാ നിന്നത്. ഞാൻ BJPയിൽ എത്തിയാലൊന്നും പോയില്ല. അല്ല, അത് മറുപടി ആക്ച്വലി കോൺഗ്രസിനോട് ചോദിച്ചാൽ മതി. അതിനെ കുറിച്ച് എനിക്കറിയില്ല. അത് മത്സരങ്ങൾ ഉണ്ടാകണമെന്നൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു ചർച്ചയിലേക്കൊന്നും പോയിട്ടില്ല. എവിടെ എങ്ങനെയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഒരു പക്ഷേ ഐഷാപ്പൂരിന്റെ കൊട്ടാരക്കര വരവോട് കൂടിയിട്ട് എന്നെ എവിടെ പ്ലേസ് ചെയ്യണമെന്നുള്ള കൺഫ്യൂഷൻസ്. അല്ലാതെ കോൺഗ്രസിന്റെ സീറ്റ് കിട്ടാത്തോണ്ടല്ല. പിന്നെ നമ്മളെ രാജ്യത്തെ ഏത് പാർട്ടിയിൽ പോകണം, ഏത് പാർട്ടിയെ വിശ്വസിക്കണം, അതൊക്കെ നമ്മൾ സ്വന്തം ഇഷ്ടമാണ്, നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. അതൊക്കെ നമ്മളെ സ്വാതന്ത്ര്യം. പക്ഷെ ഞാൻ പോവില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോകാൻ. അതെ, ഇനി ഞങ്ങളുടെ നാട്ടിലൊരു പേരുണ്ട്, ഞാൻ അത്രേ പറയുന്നുള്ളൂ. ഇവനെപ്പോലെ ഒരു നാറിയാണല്ലോ. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് വോട്ട് കുത്തുന്നവരോട് ഒരു ഒന്നേ എനിക്ക് പറയാനുള്ളത്, അറിഞ്ഞൊക്കെ വോട്ട് കുത്തുക. ഒരു ഗുണവും ഉണ്ടാവില്ല ഇവനെ കൊണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്ബൊക്കെ ചെയ്യാം. ബൈ, ലവ് യു ഓൾ. രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് എന്താ നിങ്ങൾക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് കമൻറ്റ് ഇടുക. പിഷാരടി ജയിക്കണമെന്ന് ആഗ്രഹമുള്ളവർ കറക്റ്റായിട്ട് പറയുക. ഈ നാരയെക്കുറിച്ചും കൂടെ ചേർത്ത് 2 തെറിയും കിട്ടും. ബൈ, ലവ് യു ഓൾ.